ഹേ ഗൈസ് വാട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സി ഗെയിമർ 2.0 ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു ഗെയിമാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൻ്റെ പേരാണ് മൈ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ 3D ഗൈസ്. ഓക്കെ, ഒരു കിണ്ണം കാച്ചി ഗെയിമാണ്. ഞാൻ കളിച്ചിട്ടൊക്കെ ഉണ്ട്, ഏകദേശമൊക്കെ എനിക്ക് പിടുത്തമുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അവരുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് കളിക്കാം. ഓക്കെ, നമുക്ക് ഈ ഗെയിമിനകത്ത് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയാണ് ഗൈസ്, മുതലാളി. ഓക്കെ, നമുക്കിതിവിടെ വയ്ക്കാം, അവിടെ കൊണ്ട് വെക്കാം. ഞാൻ വെച്ചോളാം, എനിക്കറിയാം. ഈ സാമാനം അവിടെ കൊണ്ടുപോയി കളയണം. ഓക്കെ, മനസ്സിലായി. ചിലവ് കൂട്ടാനല്ലേ, എനിക്കറിയാം. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്യട്ടെ, ഷോപ്പ് ഓപ്പൺ ചെയ്യട്ടെ. ഞങ്ങൾ കയറിയിരിക്കാം, ആരെങ്കിലുമൊക്കെ വരികയും. ഓക്കെ, ഒരമ്മച്ചി വരുന്നുണ്ട്. അമ്മച്ചിക്ക് എന്താണ് അതെന്താ ഇത്ര 8.9? ഓക്കെ, അതെന്താ അങ്ങനെ? ആപ്പിളാണ് പുള്ളിക്കാരി എടുത്തത്, പക്ഷെ അതിനകത്ത് സോപ്പ് പൊടിയൊക്കെ വന്നേ. ഓക്കെ, എത്ര? 8.9. ഓക്കെ, കഴിഞ്ഞ് സാമാനം കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് വാങ്ങാം, സാമാനം വാങ്ങാം, എല്ലാം വാങ്ങാം. ഓക്കെ, ബാക്കിക്ക് ഫർണിച്ചർ വാങ്ങാൻ നമ്മുടെ ഈ പൈസ ഇല്ല. സ്പീഡപ്പ് ഡെലിവറി അങ്ങനെ ആ സാമാനം കൊടുത്താൽ ഡെലിവറി സ്പീഡാവും. ഓക്കെ, ഇതിവിടെ വയ്ക്കാം. ഓക്കെ, നമുക്കിതിവിടെ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ പൈസ കൂട്ടണം ഗൈസ്. ഓക്കെ, സെറ്റ്. ആ പൈസ കൂട്ടാൻ നമ്മൾ വേറെ ആ സാമാനം കൊടുക്കണമല്ലേ? ഓക്കെ, അങ്ങനെയാണല്ലോ. ഇവിടെ വയ്ക്കാം. എന്ത് സംശയം, പൈസയൊക്കെ അങ്ങ് കൂടിയിരുന്നോട്ടെ, കുറച്ചങ്ങ് പോയാലും കുഴപ്പമൊന്നുമില്ല. വെക്കാൻ വെച്ച് ഞാൻ ഈ ആപ്പിളൊന്ന് വെച്ചിട്ട് വരാം. നമുക്ക് വേണമെങ്കിൽ ആപ്പിളും കൂടി എടുത്തോ, സമയമുണ്ട്. ഓക്കെ, ഇതുണ്ടായി ചവിട്ടോട്ടെ കളയട്ടെ. ഞാൻ ഓറഞ്ചും കൂടെ. ഓക്കെ, ഞാൻ ഇത്രയും സാധനമല്ലേ വാങ്ങിയുള്ളൂ. ഓക്കെ, ഓറഞ്ചിൻ്റെ വില കൂട്ടട്ടെ. ഓറഞ്ചിന് ഒട്ടും വിലയില്ല ഇപ്പോൾ വിപണിയിൽ. ഓറഞ്ചിന് നല്ല വില കൂടുതലാണ്. നിങ്ങൾ എന്താ അമ്മച്ചി വിചാരിച്ച്? അതാ ഞാൻ വന്ന അമ്മച്ചി. ഓറഞ്ചിനൊക്കെ നല്ല വില കൂടുതലാണ്. 2.22 നമ്മൾ തിരിച്ചു കൊടുക്കണം. 1, 2, 10, 2. ഓക്കെ, എന്തിനാ അതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകണേ? ഞാൻ തരത്തിട്ട് 1.11 അല്ലേ? ഓക്കെ, വിട്ടാ മതി. ഈ ചേട്ടൻ എന്താ വേണ്ടത്? 7 ന്യൂ ലൈസൻസ് അവര്. എന്ത് ലൈസൻസാ? ഓ, പുതിയ എന്നുവെച്ചാൽ പുതിയ സാധനം വാങ്ങാനായിട്ട് നമുക്ക് പുതിയ സാധനങ്ങൾ സ്റ്റോക്ക് ഇറക്കാൻ പറ്റും. വേറെ സാധനം ഈ വാങ്ങിയതല്ലാതെ. 36.70 അല്ലേ എൻ്റെ അമ്മേ? ഓക്കെ, 36.70. അയ്യോ, കൊടുപ്പി. ഓക്കെ, 36.70. ഓക്കെ, ഇനി ഈ ചേട്ടൻ എന്താ വാങ്ങി? ഇത് മാത്രമേ വാങ്ങിയുള്ളൂ ചേട്ടൻ. അപ്പോൾ 16.11 6.11 അല്ലേ? 10 വന്നു. ഓക്കെ, സെറ്റ് കിട്ടോ. ഇവരെന്തിനാ വലിയ ദേഷ്യത്തിന് എടുത്തോണ്ട് പോണേ? 44.48. എൻ്റെ പൊന്നമ്മച്ചി. അല്ല, ഓക്കെ, 44.48. 19, 20, 40. 1, 2, 3, 4. 48. 48. ഓക്കെ, ഡൺ. കിട്ടോ അമ്മച്ചി? നല്ല പൈസ കൂടുന്നുണ്ട് കേട്ടോ. നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ നല്ലോണം കയറുന്നുണ്ട്. 14.56. ഓക്കെ, 14.56. ഓക്കെ, ഈ കാർഡ് വരുമ്പോൾ നമ്മൾ ഈ സാമാനത്തിൽ ഇത് അടിച്ചു കൊടുക്കണം. പൈസ തരികയാണെങ്കിൽ നമുക്ക് ബാലൻസ് തിരിച്ചു കൊടുക്കണം. ഓക്കെ, 46. 46.11 അല്ലേ കേട്ടോ? ഓക്കെ, സാമാനങ്ങൾ തീരാറായി. 6.11 തിരിച്ചു കൊടുക്കാം. ഈ തെറ്റി 6.11 കേട്ടോ. അടുത്ത ആൾക്കെന്താ? മാത്രമേ വാങ്ങിയുള്ളൂ ചേട്ടാ. 1.11 അല്ലേ? ഓക്കെ, വിട്ടോ.
ചേച്ചിക്ക് എന്താ? ചേച്ചിക്ക് 15.52 കൊടുക്കണം. ഓക്കെ 15.52 ഓക്കെ സെറ്റ്. 50 കോയിനോ? 50 കോയിൻ. പൂജയാണ് ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെയൊക്കെ വാങ്ങണം. കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങിക്കൂടെ? 33.83 കർത്താവ്. 20 30 1 2 3 ഓക്കെ 33.83 അല്ലേ? 83 ചില്ലറ മാത്രമേ ഉള്ളൂ സെട്ടാ. അടുത്ത എക്സ്പാൻഷൻ അവൈലബിൾ. ആ കട വലുതാക്കാന്ന്. ഓക്കെ കട വലുതാക്കാം. 8.38 അല്ലേ? 8.38 8.39 4 ഓക്കെ ഡൺ. ഈ സെട്ടൻ എന്താ? ആഹാ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. 2.28. ഓറഞ്ചിനൊക്കെ ഭയങ്കര വില കുറവാണല്ലോ. ആപ്പിളിനാണ് വില കൂടുതലും. ഈ ചേട്ടന് നേരത്തെ വന്നത് ഒന്നുമില്ല ഇപ്പോൾ. ഓക്കെ ഈ ചേച്ചിക്ക് എത്രയാണ്? 4.48. ഓക്കെ 4.48 4 രൂപ 48 പൈസ കിട്ടോ. ഓക്കെ ഈ ചേട്ടൻ എന്താ? അല്ല ചേച്ചിക്ക് എന്താ? 4.48 4 രൂപ 48 പൈസ. രൂപ 48 പൈസ. ഡോളറായിരിക്കും. വേറെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചായിരിക്കും. അമേരിക്കത്തല്ലേ. ഓക്കെ 5.60 60 ഓക്കെ കിട്ടോ. രാത്രിയാവാറായി. അപ്പോൾ ഒരു ഡേ എൻഡ് ചെയ്യാറായി. ഓക്കെ 2.80 അല്ലേ? 2.80 കേട്ടോ. ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡേ എൻഡ് ചെയ്യാം. എന്നിട്ട് നാളെ സാധനങ്ങളൊക്കെ വാങ്ങാം. കട ക്ലോസ് ആയി. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാം. പൈസ പോയി. കട എക്സ്പാൻഡ് ചെയ്യണമായിരുന്നല്ലോ. അത് നടക്കുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഫർണിച്ചർ വാങ്ങിയാലും എന്തേലും. നമുക്കിപ്പോൾ കട എക്സ്പാൻഡ് ചെയ്യണം. അതിനെന്താ എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യണ്ടേ? കട എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഫർണിച്ചർ ഞാനൊന്ന് വാങ്ങണം. വേണ്ട കട എക്സ്പാൻഡ് ചെയ്തിട്ട് വാങ്ങാം. കട രാവിലെ ആവാതെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലേ? ലെറ്റ്സ് പ്ലേസ് എ ന്യൂ ഷെൽഫ് ഫോർ ഫ്രിഡ്ജ്. എന്തിനാ? ഫ്രിഡ്ജിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. നമുക്ക് 100 ഗുണവേൻ്റെ ഇത് വാങ്ങാം. ഓക്കെ അത് വാങ്ങി. ഇപ്പോൾ കട ഞാനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? അടുത്ത ദിവസം നോക്കാം. 49 ഗുണവേ ആകെ എനിക്ക് ഇന്നത്തെ ദിവസം കിട്ടിയുള്ളൂ. ഓക്കെ ഡെലിവറി കുറച്ച് സ്പീഡാക്കാം. വന്നു സാധനം വന്നു. നല്ല വലിയ പോസ്കാണല്ലോ. ഇവിടെ അല്ലേ? ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതിനോട് ചേർത്ത്. ഓക്കെ പ്ലേസ് ഡൺ. ഓക്കെ ഇപ്പം എന്താ? ഇതല്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. എൻ്റെ കയ്യിൽ 600 ഗുണയൊന്നും ഇല്ല. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റോറേജ് അൺലോക്ക് സ്റ്റോറേജ് ലൈസൻസ്. ഓക്കെ സ്റ്റോറേജ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ 600 രൂപ ഉണ്ടാക്കണം. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം നമുക്ക്. ഓക്കെ നല്ല പൈസയേ ഉള്ളൂ. 9 ഗുണമുണ്ട്. 9 ഗുണയ്ക്ക് എന്ത് വാങ്ങാം? വാട്ടർ വാങ്ങാം. ഒരു ഗുണയ്ക്ക് എന്ത് വാങ്ങാം? ഒരു ഗുണയ്ക്കൊന്നും ഇല്ലല്ലേ? കട ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഡെലിവറി ഒന്ന് സ്പീഡാകട്ടെ. ഓക്കെ ആപ്പിൾ വന്നു. ആപ്പിൾ എടുത്ത് അകത്തേക്ക് വയ്ക്കാം. പുതിയ ഷെൽഫിൽ വയ്ക്കാം ആപ്പിൾ. ഓക്കെ അടുത്തത് അടുത്ത എന്താ വരാത്തെ? വന്നോ? ഇല്ലേ? സ്പീഡപ്പ് ആക്കാം. കുറച്ച് പൈസ പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഇവിടെ വയ്ക്കാം. ഓറഞ്ച് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ ചോക്കോസ് പോലത്തെ പറ്റിയ സാധനം. ഓക്കെ ഒന്നുകൂടി ഡെലിവറി സ്പീഡപ്പ് ആക്കാം. ഓക്കെ ഇത് തുറക്കട്ടെ. ഇതിവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. കോഫി പൗഡർ അടുത്ത് തന്നെ
കൊണ്ടേ കളയട്ടെ. ഓക്കെ, ഇതെന്താ? ഞാൻ വാങ്ങിയ വാട്ടം എന്നാ. ദിസ് ഐറ്റം കനോട്ട് ബി പ്ലേസ്ഡ് ഹിയർ. ഇവിടെയാണോ? ഇവിടെയല്ലേ? ഇതെവിടെ വെക്കണ്ടേ? ഇതിന് പ്രത്യേക ഷെൽഫുണ്ടോ? ഇതെവിടെ വെക്കണ്ടേ? ഇതിവിടെ വെച്ചേക്കുന്ന തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അതിന് വേറെ സാധനമുണ്ടോ നോക്കട്ടെ. ഓ, ഫ്രിഡ്ജിനകത്തായിരിക്കും. ഓക്കെ, ഫ്രിഡ്ജിനകത്തായിരിക്കും. നമ്മുടെ ഈ പൈസ ഇല്ല തൽക്കാലം. അവരുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ നമുക്ക്? അവർ ഓക്കെ, ഇതെടുത്തിട്ടേ എവിടെ നിലത്തിരിക്കുള്ളൂ. കുറച്ചങ്ങോട്ട്, യെസ്, കുറച്ച് പൊങ്ങങ്ങോട്ട്. ഇവിടെ നിന്നോ, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോണ്ട് പോകട്ടെ. ഓക്കെ, ആരെയും കാണാനില്ലല്ലോ. ഞാൻ കട തുറക്കട്ടെ, ഒറ്റ സെക്കൻഡ്. വെറുതെയാണോ കച്ചവടം വരാത്തേ? പേര് മാറ്റാൻ എന്താ ഒരു വഴി? ഇത്രയും ഉണ്ട് ഗൈസ്, നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാല്ലേ? ചേർത്തെ. ഞാൻ ഈ ഗെയിം കണ്ടത് ഞാനൊരു പരസ്യത്തിൽ കണ്ടതാണ്. ഞാനിങ്ങനെ വേറൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരസ്യം വന്നു. അപ്പോഴാണ് ഞാൻ ഈ ഗെയിമിനെ പറ്റി കാണുന്നത്. കൊള്ളാലോ, എന്നാൽ പിന്നെ വീഡിയോ ഇടാമെന്ന് കരുതിയാൽ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. നല്ല ഗെയിമാണ്, അപ്പൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, 47 ഉറുപ്പിയോ? 47.72. ഓക്കെ ഓക്കെ ഡൺ. ഇവരൊരു ദേഷ്യത്തോടെയല്ലേ ഈ പൈസ ബാലൻസ് കൊടുക്കുന്ന എടുത്തുകൊണ്ട് പോകണേ. 13.89. 13.89. ഓക്കെ ഡൺ. ഓക്കെ, 4.9. ഓക്കെ, ഇനി ചേട്ടൻ എന്താ ഒന്നും കൊടുക്കണം. ഓക്കെ ഓക്കെ, എന്താണെന്ന് വെച്ചിട്ട് 30. 30.89. ഈ ചേട്ടന് 13 കൊടുക്കാം. ഓക്കെ, 2, 3. 13.32. 32. ഓക്കെ ഡൺ. അടുത്ത ആൾ ഓർട്ടെ. അടുത്ത ക്യാഷ് കൗണ്ടർ അപ്ഗ്രേഡ് വരും. ന്യൂ സർവീസാണ്. 4.86. 4.86. Time to expand your store. Buy a new section to increase its size. ഓ, അതിൻ്റെ ഈ പൈസ വേണ്ടേ അമ്മച്ചി? 36. ഓക്കെ, 36.3. പൂജ്യം എവിടെ നിൽക്കുന്നേ? വെറുതെ 3 കൊടുത്താൽ മതി. ഓക്കെ, ഈ സാമാനം തീരാതെ ഇവിടെ എണീക്കുന്ന മോശമല്ലേ? 8.37. 45. ദൈവമേ, 45.60. മാത്രമേ വാങ്ങിയുള്ളൂ ചേട്ടാ. അവിടെ കുറേ ഉണ്ടായിരുന്നല്ലോ. 16.11 കൊടുക്കാം. 16.11. ഓക്കെ, ഈ ചേട്ടൻ എന്താ? ഓക്കെ, 8.29 അല്ലേ? 29. അടുത്ത ചേച്ചി പോരട്ടെ. ചേച്ചിക്ക് എന്നാ? ചേച്ചിക്ക് 2.22 കൊടുക്കണല്ലേ? 2.22. 22. കഴിഞ്ഞോ? രാത്രിയായോ? ഇല്ലല്ലോ. എന്നാ എക്സ്പാൻഡ് ചെയ്യാനായോ? അൺലോക്ക് ലെവൽ 10. സ്റ്റോറേജ് ലൈസൻസ്, ക്യാഷ്യർ ലൈസൻസ് ഒരാളെ വാങ്ങാൻ പറ്റും. ലെവൽ 10 ആയി കഴിയുമ്പോൾ. എൻ്റെ ലെവൽ എത്രയാണ്? ഞാൻ എത്ര ലെവലാണ്? ലെവൽ 4. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമായി. ക്യാഷ്യറിനെ വാങ്ങിക്കഴിഞ്ഞാൽ
ലെവൽ 11 സ്റ്റോറേജ് അൺലോക്ക് ആകും. സ്റ്റോറേജ് ഉപയോഗിക്കാം. ട്രാക്സ് കളർ കാണാം. ഓ ഈ സാധനത്തിൻ്റെയൊക്കെ കളർ മാറ്റാമോ? സിം ടു ഗെറ്റ് മോർ ഡിസ്പ്ലേ റാക്സ്. ഓക്കെ. അൺലോക്ക് ദ ലൈസൻസ് ടു കസ്റ്റമൈസ് യുവർ സൂപ്പർ മാർക്കറ്റ്. അതെത്ര? ലെവൽ 16. ഓക്കെ. അപ്പോൾ നമുക്ക് വേഗമാവും. ഒരു 2 എപ്പിസോഡ് ഉണ്ടാക്കാന്നേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ എന്നാ ഇത് സാധനം ഇറക്കണ്ടേ? നമുക്കിപ്പോൾ എന്തിൻ്റെ ലൈസൻസാണ് കിട്ടിയേ? ഓക്കെ. പ്രൊഡക്ട്സ് വാങ്ങണം, ഫർണിച്ചർ വാങ്ങണം. അതിന് മുമ്പേ നമുക്കിപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ കിട്ടും. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, എന്നാലേ കട എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം കട എങ്ങനെയുള്ളത്? ഇപ്പം ഇത്രയേ ഉള്ളൂ, ഒരു തുള്ളിയേ ഉള്ളൂ. കുറച്ച് സാധനം ഇറക്കണം. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും വരുമായിരിക്കും. ഫർണിച്ചർ വാങ്ങിയാലോ? ഫർണിച്ചർ ഈ ഫ്രിഡ്ജ് വാങ്ങണം. പൈസ ഉണ്ടോ? ഇല്ല. അടിപൊളി. ഫ്രിഡ്ജ് വാങ്ങാൻ 250. പൈസ ഇല്ല ഒന്നും വാങ്ങാൻ. എന്ത് ചെയ്യും? തൽക്കാലം ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാം. പ്രൊഡക്ട്സ് വില കൂടിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ഈ സൺഫ്ലവർ ഓയിൽ ഫ്രിഡ്ജിനകത്താണ്. എത്രയായി? ടോട്ടൽ 89ആയി. ബ്ലാക്ക് ടീ വാങ്ങിയില്ല. സാധനവും നല്ല വില കൂടിയ സാധനങ്ങൾ നമ്മുടെ കടയിലോട്ട് ഇറക്കാം. ഇപ്പം എത്രയായി? 187 കുടിപ്പി. 73, 53ആയി. 48. നമ്മുടെ 45 ഉള്ളൂ. ഒരു സാധനം കൂടെ കുറയ്ക്കും. 44. ഒരു ഗുണമൊക്കെ എന്തെങ്കിലും വാങ്ങും. 1 രൂപേൻ്റെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. സാറില്ല, വാങ്ങാം. ഈ രാവിലെ ആകുമ്പോഴേ വരുള്ളൂ. കട ക്ലോസ്ഡാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഇട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ടാറ്റാ ബൈ ബൈ.